ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീര കൊണ്ട് താളിപ്പാണ്. അത് കഞ്ഞിവെള്ളം മാത്രം മതി കേട്ടോ. കഞ്ഞിവെള്ളത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം പാൻ വെച്ച് ചൂടായതിനു ശേഷം ചുവന്നുള്ളിയാണ് ആദ്യം മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചിട്ട് നമ്മൾ ഇനി ഓരോ സ്ഥലത്ത് എന്താ പറയുന്നില്ല, ഓരോ നാട്ടിൽ ഓരോ നാട് പറയാം. അവിടെ മൂപ്പിക്കുക എന്ന് പറയാം. ഒരു ബ്രൗൺ കളറാവും, നമ്മൾ കറിയിലൊക്കെ ഇടില്ലേ ലാസ്റ്റ്, അതേപോലെ ആ ഒരു ബ്രൗൺ കളറാവുന്നവരെ നല്ല വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. വെളിച്ചെണ്ണയാണ് നല്ലത്. ടേസ്റ്റ് വെളിച്ചെണ്ണയിലാക്കുന്നതാണ് കോക്കനട്ട് ഓയിൽ. എന്നാലും നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 3 ആളിനൊക്കെ എടുത്തിട്ടുണ്ടാകും. പിന്നെ പച്ചമുളക് 3 എണ്ണം, അതും ഇട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഇളക്കിയതിന് ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല കൊഴുപ്പ് വേണ്ട, കൊഴുപ്പ് കുറഞ്ഞ കഞ്ഞിവെള്ളം. അപ്പോൾ കൊഴുപ്പുണ്ടെങ്കിലും കുഴപ്പം, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതോടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് നല്ല തിളപ്പിക്കണം. നല്ല കട്ടി പാടില്ല കേട്ടോ. അപ്പോൾ ഇരുന്ന് തിക്കാവും. കറി അതിന് ശേഷം പിന്നെ തിക്കാവും. അങ്ങനെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. തിളച്ച് വരുമ്പോൾ ഒരു പിടി ഞാൻ ഇട്ടിട്ടുള്ളത്, ഒരു പിടി ചീരയാണ് ഞാൻ ഇട്ടിട്ടിരിക്കുന്നത്. ആകെ ഒരു പിടി, അത് മതി. ചീര ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചീരയുടെ പകരം മുരിങ്ങയുടെ ഇല വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. ഒന്ന് തിളക്കണം. പിന്നെ ഇല ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെയും മൂടി വെച്ചിട്ട് പിന്നെ ഒന്ന് തിളപ്പിക്കാം. മൂടി വെച്ചിട്ട് ഇല അത്ര ടൈം എടുക്കണ്ടല്ലോ. നല്ല വേവിച്ച ഇലയുടെ വിറ്റാമിൻ പോകുന്ന പറയാം. ഒന്ന് അധികം വേവിക്കേണ്ട. മൂടി വെച്ചിട്ട് നമുക്കറിയാലോ അതിൻ്റെ വേവും കാര്യങ്ങളും. അതുവരെ ആക്കിയിട്ട് പിന്നെ ഓഫ് ചെയ്യുക. കറി റെഡി. ഇത്രയേ ഉള്ളൂ. അത് നല്ല ചോറിൻ്റെ ഒപ്പം ഈ ഒരു കറിയും ഒരു ഉണക്കലോ ഒരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ഒരു ആംപ്ലേറ്റോ എന്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ടാണ് കഴിക്കാൻ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയവരുണ്ടാവും. ഉണ്ടാക്കി നോക്കാത്തവർ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഈ തേങ്ങ അരച്ച കറി എപ്പോഴും കഴിച്ച് എടുക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കിയ രസമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.